പരിയാരം മെഡിക്കൽ കോളേജിൽ സ്കാനിംഗ് വൈകുന്നതായി പരാതി. വയറുവേദനയുമായി ആശുപത്രിയിലെത്തിയ വീട്ടമ്മയ്ക്ക് 3 മാസത്തിന് ശേഷം സ്കാനിങ്ങിനുള്ള തീയതി നൽകിയിരിക്കുന്നു. ഉടൻ സ്കാനിംഗ് ആവശ്യമെങ്കിൽ സ്വകാര്യ പരിശോധനാ കേന്ദ്രങ്ങളെ ആശ്രയിക്കാൻ നിർദ്ദേശിച്ചുവെന്ന് വീട്ടമ്മ. വയറുവേദനയായിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയത്. അവിടെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഡോക്ടർ അതെല്ലാം നോക്കിയ ശേഷം നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് എഴുതി തന്ന് സ്കാനിൻ്റെ ലിസ്റ്റുമായിട്ട് സ്കാൻ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ 3 സിസ്റ്റർമാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സ്കാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് നിങ്ങൾക്ക് മുന്നേ ഡേറ്റ് കൊടുത്തവർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഡേറ്റ് വരുന്നത് 23 ജൂണിലാണ്. അന്നേ അതെടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്നത്തേക്ക് തന്നെ അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് എടുത്തിട്ട് ഡോക്ടറെ കാണിക്കാം എന്നാണ് പറഞ്ഞത്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നു. നിഖിൽ, അത്യാവശ്യത്തിന് സ്കാനിംഗ് ചെയ്യാൻ പോയാൽ ഇങ്ങനെ ദിവസങ്ങൾ മാസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണോ അവിടെ ഉള്ളത്? എന്താണ് പ്രശ്നം? ആശുപത്രി അധികൃതരെ ബന്ധപ്പെട്ടോ നമ്മൾ? തീർച്ചയായും ലക്ഷ്മി പത്മ, ഇക്കാര്യത്തിൽ ഈ പരാതി ലഭിച്ചു. ഒപ്പം തന്നെ ഈ പരാതിക്ക് അടിസ്ഥാനമായ ഈ റെസീറ്റ് ഉൾപ്പെടെ ഇവർ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടു. അവർ അവരുടേതായ സാങ്കേതിക പ്രശ്നങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, കണ്ണൂർ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 2 സ്കാനിംഗ് യൂണിറ്റുകളാണ്, 2 സ്കാനിംഗ് മെഷീനുകളാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു മെഷീനിൽ ഏകദേശം 20ഓളം ആളുകളെയാണ് ഒരു ദിവസം ഈ സ്കാനിംഗ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അത് ചില ദിവസങ്ങളിൽ 55 പേരെ വരെ, 2 മെഷീനുകളുമായി 55 പേരെ വരെ സ്കാനിങ്ങിന് വിധേയമാക്കിയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം, ഈ മെഷീനുകൾക്ക് 2 ഡോക്ടർമാരാണ് റേഡിയോളജി വിഭാഗത്തിലുള്ളത്. ആ റേഡിയോളജിയിലുള്ള ഡോക്ടർമാർക്ക് 1 മാസം ജോലി ചെയ്താൽ അടുത്ത 1 മാസം റേഡിയേഷൻ അവധി എന്ന് ഔദ്യോഗികമായി അവർക്ക് അനുവദനീയമായ ഒരു അവധിയുണ്ട്. ആ അവധിയിലാണ് ഒരു ഡോക്ടർ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഈ റേഡിയോളജി വിഭാഗത്തിൽ അവിടെ ഉള്ളത് എന്നുള്ളതാണ് ഒരു പ്രശ്നമായി പറയുന്നത്. മറ്റൊന്ന്, ഇവിടെ ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഇത്തരം സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ ആവശ്യമുള്ള രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അത് ഈ ഇൻപേഷ്യൻസിനാണ് പ്രഥമ പരിഗണന നൽകുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഔട്ട് പേഷ്യൻസിന് ഈ പരിശോധനകൾക്ക് പരിഗണന നൽകുന്നത്. അതിനപ്പുറത്തേക്ക് എമർജൻസി സിറ്റുവേഷൻ വരുന്നു എങ്കിൽ മാത്രമാണ് അവർക്ക് ആദ്യം പരിഗണന നൽകുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ രോഗികളുടെ എണ്ണം കൂടുതലാണ്. ഈ പരിശോധനകൾ ഒരു ദിവസം ചെയ്യേണ്ട രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നതാണ് ആശുപത്രി അധികൃതർ പറയുന്ന മറ്റൊരു കാര്യം. പക്ഷേ ഇത്തരത്തിൽ ഈ സാങ്കേതികമായ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പോലും ഈ അടിയന്തര ഘട്ടങ്ങളിലൊക്കെ രോഗികൾ എത്തുമ്പോൾ ഈ 3 മാസത്തിനപ്പുറത്തേക്കൊക്കെ നീട്ടി നൽകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മളോട് ഈ പരാതി പറഞ്ഞ വീട്ടമ്മ ഉൾപ്പെടെ പറയുന്നത്. മാത്രമല്ല, ഈ ചില ഘട്ടങ്ങളിൽ ഈ അത്യാവശ്യമായി ഡോക്ടർമാർ ഇത് എഴുതി നൽകുന്നു, സ്കാനിംഗ് നടത്തണമെന്ന് ഡോക്ടർമാർ എഴുതി നൽകുന്നു. ഈ പരിയാരം മെഡിക്കൽ കോളേജിലെ സ്കാനിംഗ് സെൻ്ററിലേക്ക് പോകുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും സ്ലോട്ട് ഒഴിവില്ല, നിങ്ങൾക്ക് ഇന്ന തീയതിയിൽ വന്നോളൂ എന്ന് പറഞ്ഞാണ് വിടുന്നത്. ഇനി അത്ര അത്യാവശ്യമാണ് നിങ്ങൾക്ക് എങ്കിൽ സ്വകാര്യ ലാബുകളിൽ പോയി അല്ലെങ്കിൽ സ്വകാര്യ സ്കാനിംഗ് സെൻ്ററുകളിൽ പോയി പരിശോധന നടത്തിക്കോളൂ എന്നാണ് അവിടെ നിന്ന് പറയുന്നത്. പ്രായോഗികമായി ആശുപത്രിക്കുള്ള സാങ്കേതിക തടസ്സം അത് പറയുമ്പോഴും രോഗികളെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം പുറത്ത് പോയി ഇത്തരത്തിലൊരു പരിശോധന നടത്താൻ, സ്കാനിംഗ് പരിശോധനയ്ക്ക് 900 രൂപയാണ് പുറത്ത് ഈടാക്കുന്നത്. ആശുപത്രിക്കകത്ത് അത് 600 രൂപയ്ക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, മറ്റ് സ്കീമുകളിൽ, ആരോഗ്യ സ്കീമുകളിലൊക്കെ ഉൾപ്പെടുന്നവരാണെങ്കിൽ പൂർണ്ണമായും സൗജന്യമായാണ് അത് ചെയ്തു നൽകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ജീവനക്കാരുടെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ എണ്ണക്കുറവ് കൊണ്ടും മെഷീനുകളുടെ എണ്ണക്കുറവ് കൊണ്ടും അല്ലെങ്കിൽ രോഗികളുടെ എണ്ണം കൂടുന്നു എന്ന കാരണം കൊണ്ടുമൊക്കെ ഇത്തരത്തിൽ പുറത്തേക്ക് സ്കാനിങ്ങിന് പോകേണ്ടി വരുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ട്. കാരണം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനെയൊക്കെ ആശ്രയിക്കുന്നത് ആ നിലയ്ക്ക് സാമ്പത്തികമായി ചെറിയൊരു സഹായമെങ്കിലും പ്രതീക്ഷിച്ചായിരിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് രൂപപ്പെടുന്നുണ്ട്. ഏതായാലും സൂപ്രണ്ടിനോട് നമ്മൾ ഇന്ന് രാവിലെ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഇക്കാര്യങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഈ അവധി കഴിഞ്ഞ് ഡോക്ടർ തിരിച്ചെത്തും. അതോടുകൂടി 2 ഡോക്ടർമാരുടെയും സേവനമുണ്ടാകും. ഒരു ദിവസം 55 പേർക്കോളം ഇത്തരത്തിൽ സ്കാനിംഗ് നടത്താനാവും. ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുന്നത്.